ദാക്ഷായണിയസെ പറഞ്ഞ അറിയുന്നത് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടും സാറിങ്ങനെ തനിച്ച് പലതും പറ്റിയിരുന്നെങ്കിലോ? പരിവാരത്തോടെ പുറപ്പെട്ടു വരുമ്പോഴേക്കും ഇവ മുങ്ങിയിരിക്കും, പിന്നെ കണ്ടെന്ന് വരില്ല. നിന്റെ ബലമൊന്നും മാസിന്റെ അടുത്ത് വേണ്ട, കൈ കാണിക്കട. സൂക്ഷിക്കണം, സ്റ്റേഷനിൽ എന്റെ ഷെൽഫിൽ വെച്ചേക്കും. സാർ, നിങ്ങൾ നിൽക്കും വക്കീലിരിക്കും. എന്ത് വേണം? ഞാൻ സഹദേവൻ. അബ്കാരി കോൺട്രാക്ടർ സഹദേവനെ അറിയാത്തവർ ഈ നാട്ടിൽ ആരാ ഉള്ളത്? നിങ്ങൾ ആ ഡിക്രൂസിനെ ഇടിച്ച് അവശനാക്കി ഇവിടെ കൊണ്ടുവന്നു അറിഞ്ഞു. അവനെ ജാമ്യത്തിൽ ഇറക്കാനാ ഞാൻ വന്നത്. പറ്റില്ല. ഇല്ലെങ്കിൽ താൻ അവനെ ഇടിച്ചു കൊല്ലും. തന്റെ സ്വഭാവം അതാ. സർ, താൻ വേണ്ടാത്ത കുഴപ്പമുണ്ടാക്കി വെക്കരുത്. ബാലു, ഞാൻ പറഞ്ഞ സാറിനെ അനുസരിച്ചില്ലെന്ന കുറ്റം കൂടെ എനിക്ക് ഏൽക്കേണ്ടി വരും. താൻ എന്ത് പറയുന്നു? മിസ്റ്റർ സഹദേവൻ, നിങ്ങൾ ഇവിടുത്തെ ചില മന്ത്രിമാരടക്കമുള്ളവരെ വിലക്കെടുത്തവനാണെന്ന് എനിക്കറിയാം. നാളത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കിട്ടിയ സ്ഥാനം നിലനിർത്താനും അവർക്ക് നിങ്ങളടക്കമുള്ള ലിക്കർ ലോബിയുടെ പണം ആവശ്യമുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവർ വാലാട്ടി നിന്ന് വരും. എന്നെ അതിന് കിട്ടില്ല. അതൊന്നും താൻ പറയണ്ട. നിയമപ്രകാരം നിയമം എനിക്കറിയാം മിസ്റ്റർ. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ 24 മണിക്കൂർ നേരം കസ്റ്റഡിയിൽ വെക്കാൻ എനിക്ക് അധികാരമുണ്ട്. അതിനിവിടുത്തെ അബ്കാരി കോൺട്രാക്ടർ അല്ല, ആഭ്യന്തരമന്ത്രി പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇൻസ്പെക്ടർ, ഉറപ്പാണോ? അതെ. നിങ്ങൾക്ക് ജാമ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ കോടതി വരും. അവിടെ നാളെ കാലത്തെ ഞാൻ അവനെ ഹാജരാക്കും. ഹലോ, സ്റ്റേഷനല്ലേ?
ഇത് വാസുവാണ്. നമ്മുടെ ബൽറാം സാറിനെ കുറച്ച് ഗുണ്ടകളെല്ലാം ചേർന്ന് അടിക്കുന്നു. പ്രീതി, നീ? പ്രീതി കൃഷ്ണ, കൃഷ്ണപിള്ളയുടെ മകൾ. ഓർക്കുന്നുണ്ടോ സാർ? ബാലു, കരയുക? Yes. Out of shame. Because of you. ആന്റി, നമ്മൾ എവിടേക്കാ പോകുന്നത്? പറയാം മോളെ. വരട്ടെ സിസ്റ്റർ. എന്തായി കാണിക്കുന്നത്? ഞാൻ ചെയ്യുന്നല്ലേ ഇതൊക്കെ? അവിടെ വെച്ചേക്കൂ. നിന്നെ കാത്താ കൊഴയും. കാലത്തെ റോഡിൽ ഹാജരാവാനാണ് കൽപ്പന. ഏതൊരു VIP യെ കെട്ടിയെടുക്കുന്നുണ്ടെന്ന്. ചിലപ്പോ പാതിരാത്രിക്കാവും ആ നാറയുടെ എഴുന്നള്ളത്ത്. എന്നാലും പോലീസുകാരൻ പോയി കാത്തു നിൽക്കണമല്ലോ. എന്താണ് വിശേഷം? ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. അതാ കാലത്ത് അമ്പലത്തിൽ പോയി തൊഴുതത്. എന്തായിരുന്നു സ്വപ്നം? ദുസ്വപ്ന. കറുത്ത് തടിച്ച കുറെ മല്ലന്മാര് തോക്കും കത്തിയും വാളും എല്ലായിട്ട് വാതിൽ ചവിട്ടി പൊളിച്ച് ഈ മുറിക്കകത്തേക്ക് വരുവാ. എന്നിട്ട് വെട്ടുന്നു, വെടിവെക്കുന്നു. നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു? സാറിനെ വെട്ടുന്നത്. യൂണിഫോമിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആളെ ഞാൻ കരഞ്ഞു വിളിച്ചിട്ടും മിണ്ടുന്നില്ല. ചത്തുപോയി. പാവം. കളിയാക്കണ്ട. എനിക്കെന്തോ പേടി തോന്നുന്നു. ചുറ്റും ശത്രുക്കളുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവർക്ക് പോലും ഇഷ്ടമല്ല. ആളിന്റെ സ്വഭാവം കൊണ്ട് തന്നെയെന്ന് വയ്ക്ക. നമുക്ക് ഈ ജോലി വേണ്ട, ഈ പോലീസ് ഉദ്യോഗം. അത് കൊള്ളാം. മുമ്പ് നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ബൂട്ടും പാപ്പാസും കെട്ടി കാലത്ത് മുതൽ പാതിര വരെ പണിയെടുക്കുന്ന ഒരു പോലീസുകാരന് കിട്ടുന്നതിന്റെ ഇരട്ടി റോഡ് വക്കിൽ നിന്ന് താടി പഠിക്കുന്ന അമ്പട്ടർ കിട്ടുന്നു. ആ പണിക്ക് പോകാനാണോ നീ എന്നെ ഉപദേശിക്കുന്നത്? അയ്യോ, അതല്ല. പണം ഉണ്ടാക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. അതിൽ കൂടുതൽ മനസമാധാനം വേണമെന്ന് വെച്ചിട്ടാ. ഒരു ചെറിയ വീട്, കുന്നും പുറത്തോ പുഴക്കരയിലോ. ഓലപ്പര മതി. പാടത്തോ പറമ്പത്തോ പോയി ഞാൻ പണിയെടുക്കും, വെച്ചുണ്ടാക്കും. അത് വിളമ്പിത്തരാൻ ആളുണ്ടാവണം. ഇങ്ങനെ വെട്ടും കൊലയും പേടിക്കാതെ കഴിയാലോ. എനിക്ക് അത്രേ മോഹമുള്ളൂ. മരണത്തെ അത്ര ഭയമാണോ സീതയ്ക്ക്? എനിക്കൊട്ടുമില്ല. സാറിന്റെ കാര്യത്തിലെ പേടി. അതുകൊണ്ടാ പറയണേ. വേണ്ട, നമുക്ക് ഈ ജോലി വേണ്ട. ഈ പോലീസ് ഉദ്യോഗം വിട്ടേക്കൂ. ഉണർത്തണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. മോള് കേട്ടില്ല. ബോർഡിംഗിൽ നിന്ന് ഇവളെങ്ങനെ? ഞാൻ കൊണ്ടുവന്നതാ. വെക്കേഷനിൽ ഇനി അവിടെ നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു സിസ്റ്റർ. എന്നിട്ട് മോൾ എൻ്റെ കൂടെ താമസിക്കും. അച്ഛൻ എന്താ പറ്റിയത്? എല്ലാം പറഞ്ഞിട്ടില്ലേ നിന്നോട്? സോറി ആന്റി. സാറിന് കൂട്ടിരിക്കാനാണെന്നും പറഞ്ഞു 3 ദിവസമായി ക്വാർട്ടേഴ്സിൽ നിന്ന് പുള്ളിക്കാരൻ പോന്നിട്ട്. ആളെവിടെ പോയി? ഉച്ച തൊട്ട് ഇങ്ങോട്ട് ഒരു ഡോക്ടറെ നേഴ്സിനെ കണ്ടിട്ടില്ല. സുധാകരൻ അന്വേഷിച്ചു പോയതാ. എവിടെയായിരുന്നു സിസ്റ്റർ നിങ്ങൾ ഇതുവരെ?
മണിക്കൂറുകളായി പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ ആളില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങളേക്ക് ഈ വേഷം കെടുത്തി ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്? ഡോക്ടർ തിയേറ്ററില, ഒരു ഓപ്പറേഷൻ കേസ്. എന്റെ കാര്യം അന്വേഷിച്ചു നിങ്ങൾ? നാളെ പോവാന്ന് പറഞ്ഞു. ആന്റി എനിക്ക് വേണം. മോക്ക് തരാം. ഇത് അച്ഛനെ കൊടുക്കട്ടെ. അല്ല, സാറ് പറഞ്ഞ ബ്രാൻഡ് എവിടെയെങ്കിലും കിട്ടാനില്ലാത്തോണ്ടാ റം വാങ്ങിച്ചത്. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ഒഴിച്ചോണ്ട് വാടോ. ഈ മുറിവ് കരിഞ്ഞിട്ട് പോരെ ഇതൊക്കെ? എളുപ്പം കരിയാൻ ഞാൻ ഇതാ കഴിക്കാറ്, എന്റെ എല്ലാ മുറിവുകളും. എന്നാൽ ഇന്ന് ഇത് കുടിച്ചാ മതി. ദാ അച്ചായി അങ്കിൾ കുടിക്കുന്നു. കളിപ്പാട്ടം വാങ്ങിച്ചു. അയ്യോ മോളെ, ഇത് എനിക്കല്ല, മോളുടെ അച്ഛനാ. നിങ്ങളോട് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചേ പറഞ്ഞതല്ലേ ഇത് കൊണ്ടൊന്ന് കൊടുക്കരുതെന്ന്. ഞാൻ സാറിനല്ല നിങ്ങളെയാണോ അനുസരിക്കേണ്ടത്? അപ്പൊ ഈ ഒഴിച്ചത് അതാ കുടിച്ചോ. ഞാൻ പകലെങ്ങനെ കഴിക്കാറില്ല. അന്ന് സാറിനെ തല്ലിയൊരു കൂട്ടത്തോടെ വരുന്നുണ്ട്. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടല്ലോ ഭഗവാനെ ഈ തല്ലും വെടിവെപ്പും ലാത്തി ചാർജും. അരുത്, പോകരുത്. ഇവരെ നോക്കിക്കോണം, പുറത്തേക്ക് വിടരുത്. എന്നെ ആരും നോക്കും സാർ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? സാറിനോട് ഇവർക്കെന്തോ പറയാനുണ്ട്. നിങ്ങളെ തല്ലിയത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. എനിക്കറിയാം. കള്ളവാറ്റുകാരെ ഒതുക്കാൻ പോകുന്ന എക്സൈസുകാരോടൊപ്പം സഹദേവൻ നയിക്കുന്ന ഗുണ്ടകളാണ് അവർ. പക്ഷേ ഈ സഹദേവൻ നിങ്ങളുടെ പാർട്ടിയുടെ കൊമ്പത്തിരിക്കുന്നവനല്ലേ? ആവക കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് പങ്കുണ്ടാവില്ല. പാർട്ടിയുടെ യുവജന വിഭാഗമാണെങ്കിലും നിങ്ങളെ നയിക്കുന്നത് കിഴവന്മാരല്ലേ? മഹത്തായ ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഈ തത്വത്തിനും ഇല്ലടോ പഴക്കം. മുമ്പത്തെ വർഗശത്രു ജന്മി മൂരാച്ചിയും മുതലാളിത്തവുമായിരുന്നെങ്കിൽ ഇന്ന് അവരെക്കാൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും കള്ളക്കടത്തുകാരും മയക്കുമരുന്ന് കച്ചവടക്കാരുമാണ്. ആചാര്യൻ പുസ്തകം എഴുതുന്ന കാലത്ത് ഈ വക ഒന്നുമില്ല. അവരെ ചുരുങ്ങിയ തോതിൽ എതിർക്കാൻ ശ്രമിച്ചതിനാണ് എന്നെ അടിച്ച് ഈ കോലത്തിലാക്കിയത്. ഈ അധോലോക ശക്തിയെ നേരിടാൻ നിങ്ങളെപ്പോലെയുള്ള യുവജന സംഘടനകളോ വിപ്ലവ പാർട്ടികളോ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ധൈര്യപ്പെട്ടിട്ടുണ്ടോ? പേടിച്ചിട്ടാവും, അല്ലെങ്കിൽ അവന്മാരെ കാശ് വാങ്ങിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കാരും പേടിയൊന്നുമില്ല. തെറ്റ് കണ്ടാൽ ആരെ എതിർക്കും? എങ്കിലേ ഈ നാട് രക്ഷപ്പെടൂ. നിങ്ങളുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ബന്ധു സംഘടിപ്പിക്കാനും റോഡിൽ കൈകോർത്ത് പിടിച്ച് ഗതാഗതം സ്തംഭിപ്പിച്ച് നടത്തുന്ന പൊറാട്ട് നാടകത്തിൽ വേഷം കെട്ടാനും മാത്രമാകരുത്. രാജ്യത്തിന് ഗുണമുള്ള വല്ല കാര്യം ചെയ്യാൻ കൂടി ഉപയോഗിക്കണം. ക്ഷമിക്കണം, എനിക്ക് അധികം നിൽക്കാൻ വയ്യ, കാല് വേദനിക്കുന്നു. ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ? ശരി സർ, ഞങ്ങൾ ഇനിയും വരും. സന്തോഷം. അയാൾ പറയുന്നത് ഞങ്ങൾക്ക് ഇനി ഇവിടെ കെട്ടിക്കിടക്കാനാവില്ല. ക്ലിയറൻസ് കിട്ടിയിട്ട് പിന്നെയും വേണ്ടാന്ന്, ചരക്കിപ്പത്തു. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിനും വേണം ഒരു അതിര്. ഇല്ല കരീംഭായ്, ഒരു ദിവസം കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കുന്നു. അതിൽ എന്ത് നഷ്ടം വന്നാലും ഞാൻ തരാം. ഇത് വലിയ ചതിയായി പോയി മാഡം. നിങ്ങൾ എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരാൻ സഹദേവനെയാണ് ഏൽപ്പിച്ചത്. അയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. അതെ, സഹദേവനാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ വലുത്. അനാവശ്യം പറയരുത്. ഇടുക്കിയിലേക്ക് അയാളുടെ സ്പിരിറ്റ് ലോറികൾ പോകുന്നുണ്ട്, പെർമിറ്റോടെ. അതിൽ കൊണ്ടുവരുന്നതാണ് സേഫ് എന്ന് തോന്നി. അതുകൊണ്ട് എനിക്കാണല്ലോ കുഴച്ചിൽ. കസ്റ്റംസ് ഓഫീസർ തൊട്ട് വെസൽ ബ്രോക്കർക്ക് വരെ കൈമടക്കിയാണ് ഞാൻ ആ സാധനം വായിക്കാൻ ഏർപ്പാടാക്കിയത്. ചില്ലറയല്ല നഷ്ടം. നഷ്ടത്തിന്റെ കണക്കാണെങ്കിൽ നിങ്ങൾ വരുത്തി വെച്ചത് ഓർമ്മയുണ്ടോ? പിന്നെ ഇവിടെ ഒന്ന് ഒച്ച വയ്ക്കുന്നത് സൂക്ഷിച്ചു വേണം മാഡം. അല്ലെങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനല്ലെന്നറിയാമല്ലോ. മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ മാഡം. ഗൾഫിലെ കുഴപ്പം കാരണം കുഴൽപ്പണം കിട്ടാനില്ല. പിന്നെ എങ്ങനെ എന്റെ ബിസിനസ് നടക്കും?
ഇപ്പണിയാണെങ്കിൽ ഇങ്ങനെയും മുടക്കി. എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ എന്ത് നിർത്തി കൊടുക്കും? പണത്തിന് വിഷമം ഉണ്ടെങ്കിൽ അത് പറയൂ. എത്ര രൂപ വേണം നിങ്ങൾക്ക്? അതുകൊണ്ട് തൽക്കാലം ആവശ്യമല്ലേ നടക്കൂ. എനിക്ക് വേണ്ട നിങ്ങളുടെ പണിയാണ്. അത് ഇന്നലെ വന്ന സഹദേവനെ ഏൽപ്പിച്ച് ഇതുപോലെ എന്നെ തഴയരുത്. ഈ പോക്ക് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല. എന്താ മുതലാളി? എന്നോടല്ലടോ, ആ നായിന്റെ മോളെ. പറ്റില്ല. എടാ സംശയം മാസം നീ ആത്മഹത്യായോ? എന്താണോ ഇത്? സാർ, പേ ബുക്കിൽ സ്റ്റാമ്പ് വെച്ച് ഒപ്പിട്ടതിന് ശേഷം അവൻ പറയാൻ എന്റെ ശമ്പളം തരില്ലാന്ന്. അവനല്ല, നിന്റെ കെട്ടിയോളാ പറഞ്ഞു കൊടുക്കണ്ടെന്ന്. ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാണ്. SIയോട് കോൺസ്റ്റബിൾ മര്യാദ കാണിക്കണം. കമോൺ. സാർ, എന്റെ ശമ്പളം. ഞാൻ പറഞ്ഞിട്ടാണ് അവർ നിർത്തിയത്. കള്ളു കുടിച്ച് തീർക്കാനല്ലേ? തരില്ല. എന്നാലും ഇതിന്റെ അവസാനത്തെ. നോ ആർഗ്യുമെന്റ്. പൊക്കോളൂ. ഇതിന് എന്റെ ശവം ഞാൻ നിന്നെ കൊണ്ട് തീറ്റിക്കും. നോക്കിക്കോ. ഉവ്വ് ഉവ്വ്. ഇയാളുടെ ശമ്പളം എനിക്ക് എന്തിനാ? നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനല്ലേ? വയസ്സായ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും പിന്നെ ആരാ മറ്റൊരു സഹായം? കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ചു തീർക്കും. ഈ വീടിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനെന്നെ ഇട്ട് ഇങ്ങനെ ശിക്ഷിക്കുന്ന മനുഷ്യ? പെട്ടെന്നൊരു ക്ഷീണം. എന്താ അത്? തൊട്ടില് കെട്ടാനായിട്ട് ഇങ്ങനെ. ആർക്ക്? നിനക്കോ? അല്ല, കുട്ടിയൊക്കെ. എന്താ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, അച്ഛൻ വിട ചോദിക്കുകയാണ്. നിങ്ങളുടെ അമ്മ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം. ആ രാക്ഷസിയുടെ ദ്രോഹം സഹിച്ച ഒരു അടിമയെ പോലെ ജീവിക്കാൻ ഇനിയും എനിക്ക് സാധ്യമല്ല. എന്റെ മരണത്തിന് ഉത്തരവാദി അവൾ മാത്രമാണ്. ഈ കത്ത് അവൾ മറച്ചാലും നിങ്ങൾ സ്റ്റേഷനിൽ പോയി ബൽറാം സാറിനോട് പറയണം. 1000 ഉമ്മകളോടെ നിങ്ങളുടെ പരേതനായ അച്ഛൻ. എന്തിനാ താച്ചാണ് ഇത്രയൊക്കെ സഹിച്ചിട്ട് ഈ നാറിക്ക് വേണ്ടി ഒന്ന് പോകുന്നത്? എത്രയായാലും എന്റെ പിള്ളേരുടെ അച്ഛനല്ലേ സാർ? ഇനി ഇവിടെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, ആത്മഹത്യാശ്രമത്തിന് നിന്റെ പേര് ഞാൻ കേസെടുക്കും. ഈ കത്തതിന് തെളിവാണ്. മനസ്സിലായോ?